എല്ലാവർക്കും നമസ്കാരം. പോത്തൻ സെസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു എഗ്ലെസ് സീബ്ര കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ അതിനെ നമുക്ക് ഈ ഒരു ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഇതേപോലെ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ മാവ് ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവിൽ മുറിച്ച് വെച്ചിരിക്കുന്ന പേപ്പർ നമുക്ക് ഇട്ട് കൊടുക്കാം. ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രവും കൂടെ നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ഇന്ന് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ലെസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതാദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കറക്റ്റ് വടിച്ച് എടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പ്രാവശ്യം അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും. ഇതിലേക്കിനി തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ തൈര് റെഡിയാക്കിയിരിക്കുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ്. അപ്പോഴേക്കും അത് നമ്മൾ എടുക്കുമ്പോഴേക്കും കൂടുതൽ വെള്ളമാകും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഒരു അരിപ്പയിലൂടെ കുറച്ച് നേരം നമ്മൾ ഒഴിച്ചു വെച്ചിരുന്നാൽ അതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടും. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്കിനി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്കിനി ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് എണ്ണ നമുക്ക് വെളിയിൽ കാണരുത്. അത് ഇതിനോട് അത്രയ്ക്ക് യോജിച്ച് വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. കാരണം ചിലപ്പോൾ തൈരിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളമയം കൂടുതലാണ് എങ്കിൽ പാല് നിങ്ങൾ വേറെ ഒഴിക്കേണ്ടി വരത്തില്ല. ഈ ബാറ്റർ ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇത് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 ഭാഗങ്ങളാക്കാം. ഇതിൽ ഒന്നിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമുക്ക് ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 1 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ ഇടുമ്പോഴേക്കും ബാറ്റർ വളരെ കട്ടിയായിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തത്. ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ബാറ്റർ കട്ടിയായിട്ട് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ എടുത്ത കേക്കിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ്. ആദ്യം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിലായിട്ട് അടുത്തത്. ഇനി നമുക്കൊന്ന് പതുക്കെ
തട്ടി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഡിസൈനും ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതിൽ നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുന്നത് ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് വരച്ചത്, നമുക്ക് ഇവിടുന്ന് തിരിച്ച് വരച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഇതിന് തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. ശകലം നനവുണ്ട്, നമുക്കൊരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, നോക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ട്രെയിനിൽ നിന്ന് തന്നെ എടുക്കാം, ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് മുറിക്കാം. നമ്മുടെ സീബ്ര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാതിരിക്കുക. എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഏത് കേക്കിൻ്റെയും ടേസ്റ്റ് വരുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.